അപ്പോൾ ആൾ ഞങ്ങളിൽ നിന്ന് എന്തോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇനി കാണാമെന്നുള്ള വാക്ക് മാത്രം കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിൽ ഒരു ഉറപ്പുണ്ട്, ഇനി ഒരിക്കലും അവനെ ഞങ്ങൾ കാണാൻ പോകുന്നില്ല. എന്ത് വേണമെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വേളാങ്കണ്ണി പോകുമ്പോൾ കാണാം എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തോ ആരുടെയും മൈൻഡിൽ ഇനി കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചെത്തുമ്പോഴും മറ്റേ റാംകോ ആനന്ദിയിലെ മല്ലിയില്ലേ, അതുപോലെ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് വിനോദ് അങ്ങനെയുണ്ട്. ഞങ്ങളിങ്ങനെ വീട്ടിലെത്തി 1 ദിവസമായി, 2 ദിവസമായി. വിനോദ് ഇങ്ങനെ ഞങ്ങളെ വിടാതെ പിടിച്ചിട്ടുണ്ട്. കുറേ നാളിങ്ങനെ കഴിഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു മാസങ്ങൾ കഴിഞ്ഞ് ഇവൻ്റെ കോളില്ല, ഞങ്ങൾക്ക് തിരിച്ച് വിളിക്കാൻ പറ്റില്ല, ഒന്നുമില്ല. ഇനി ഒരിക്കലും ഇവർ ഞങ്ങളെ ചിലപ്പോൾ ചെറിയൊരു പേപ്പറിലാണ് അത് എഴുതി കൊടുത്തിട്ടുള്ളത്, നമ്പർ. അത് അവിടെ നിന്ന് മിസ്സായാൽ എല്ലാ കോണ്ടാക്റ്റും പോയില്ലേ. ഇനി വേളാങ്കണ്ണിയിൽ എന്തെങ്കിലും പോകുമ്പോൾ അന്വേഷിക്കാമെന്നല്ലാതെ വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഓപ്ഷനില്ല. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം എനിക്കൊരു വൈകുന്നേരം ഒരു കോൾ വന്നു. ഒരു അൺനോൺ നമ്പറാണ്. കോൾ എടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പുറത്ത് വിനോദാണ്. അക്ക എന്നുള്ള വിളിയിൽ എനിക്ക് ആ ഒരൊറ്റ വിളിയിൽ എനിക്ക് മനസ്സിലായി അതെൻ്റെ വിനോദാണ്. ഞാൻ അവനോട് ചോദിച്ചു, എങ്ങനെ നിനക്ക് ഫോൺ എവിടെ കിട്ടി? ആ ഒരു വെപ്രാളത്തിൽ എന്തൊക്കെയാണ് അവനോട് ചോദിക്കേണ്ടത്? എൻ്റെ മുറി തമിഴ് അവന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവൂ. ഫോണിൽ കൂടെ നേരിട്ടാവുമ്പോൾ പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ ഫോണിൽ കൂടി ആവുമ്പോൾ എൻ്റെ മുറിത്തമിഴ് അവന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം എടുക്കും. എന്നാലും ഫോൺ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ വാങ്ങിച്ചു, ആരുടെയാണ്, നീ എവിടെയാണ്, നീ എന്ത് ചെയ്യുവാണ്, എല്ലാം ഒറ്റ ശ്വാസത്തിൽ ഞാൻ ചോദിച്ചു. അവനവിടെ പതുക്കെ പറഞ്ഞു, ഇതെൻ്റെ ഫോണാണ്. അവൻ ആ സ്റ്റിക്കർ വിട്ട് കിട്ടിയ കാശ് കൂട്ടി വെച്ചിട്ട് ആദ്യം വാങ്ങിച്ചത് ഒരു ഫോണാണ് എന്നെ വിളിക്കാൻ. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവാത്തൊരു ഫീല്. അക്കനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാഷ് കൂട്ടി വെച്ചിട്ട് ഫോൺ വാങ്ങിച്ചത്. അപ്പോൾ അവന് എന്നെ സ്വന്തം അക്കയായിട്ട് എന്നെ കാണുന്നില്ലേ. എനിക്കത് ഓർത്തപ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ തോന്നി. അവന് അപ്പോൾ വേറൊരാളുടെ, അവന് ആ ഏജിൽ സിമ്മ് കിട്ടില്ല എടുക്കാൻ. അപ്പോൾ ഇവൻ വേറെ ആരുടെയോ സിമ്മ് കാശ് കൊടുത്ത ആളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അവൻ അന്ന് ആ സിമ്മ് മാത്രം എടുക്കാനായിട്ട് 500 രൂപ കൊടുത്തിട്ടുണ്ട്. എന്നാലേ ആൾ സിമ്മ് തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഒളിപ്പിച്ച് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, എൻ്റെ ഫോണിലേക്ക് വിളിക്കല്ലേ, എനിക്കിതിനൊന്നും അറിയില്ല. ഫോൺ റിങ് ചെയ്ത് ആ സ്ത്രീ പിടിച്ചാൽ ഇത് വാങ്ങിച്ചു വെക്കും അത്രേ. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ഇവൻ്റെ ബാലൻസ് തീർന്നു. തിരിച്ച് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. എന്തോ ആയിക്കോട്ടെ, വിനോദനെ വിളിച്ചില്ലേ, അപ്പോൾ ഇനിയും എനിക്കെൻ്റെ വിനോദിനെ കാണാൻ പറ്റും എന്നെങ്കിലും അല്ലേ. ആ ഒരു പ്രതീക്ഷയിൽ പിന്നെ അവൻ്റെ കോളിന് വേണ്ടിയിട്ട് കുറേ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇവൻ പിന്നെയും ഒരു 1-2 മാസം കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ചു. അക്ക, ഞാൻ ആക്ച്വലി ആ ഒരു ടൈമിൽ ആ ഒരു കോളിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എന്നെങ്കിലും വിനോദ് എന്നെ വിളിക്കും, എന്നെങ്കിലും അവൻ്റെ കോള് വരും, ഞാൻ അവനോട് സംസാരിക്കും. ഞാൻ അതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ആക്ച്വലി. അങ്ങനെ 2ാമത്തെ തവണയും അവൻ്റെ കോള് വന്നു. അന്ന് അവൻ പറഞ്ഞു, അക്ക ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ്റെ സംസാരത്തിൽ നിന്ന് അവൻ വല്ലാതെ പേടിക്കുന്നുണ്ട് എന്തിനെയോ. എനിക്കറിയില്ല അതെന്താണെന്ന് ഇപ്പോഴും. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ അവൻ ഇനി ഒരിക്കലും എന്നോട് എന്തിനെയോ അവൻ ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനത് എല്ലാവരുടെ അടുത്തും പറഞ്ഞതുമാണ്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷം 3ാമതൊരു കോൾ വന്നു. പക്ഷെ അന്ന് വിളിച്ചത് വേറെ ഒരാളാണ്. ആൾ സംസാരിക്കുന്നത് തമിഴാണ്. ആൾ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, എന്നെ വിളിച്ച വിനോദ് എവിടെയെന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഏത് വിനോദ്, ഇതെൻ്റെ ഫോണാണെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് ആ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അയാൾ തന്നെ എന്നെ പിന്നെയും വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ വിനോദ് എന്നെ വിളിച്ചാൽ പിന്നെ എന്നെ കിട്ടില്ല. ഇയാളുടെ കയ്യിലെങ്ങാനും അറിയാതെ പെട്ടതാണെങ്കിലോ, ഇനി അവൻ എന്നെ ആ നമ്പറിൽ നിന്ന് വിളിച്ചാലോ. അങ്ങനെ ഞാൻ ഇയാളോട് പറഞ്ഞു, വിനോദ് എവിടെ, ഞാൻ പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യും. ഇത്രയും എങ്ങനെയോ ഞാൻ പറഞ്ഞൊപ്പിച്ചു.
അതിന് ശേഷം എനിക്ക് ആ നമ്പറിൽ നിന്ന് കോൾ ഇതുവരെ വന്നിട്ടില്ല. അതിന് ശേഷം ഇതുവരെ ഞാനും വിനോദും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഞാൻ അടുത്ത തവണയും വേളാങ്കണ്ണിയിൽ പോയപ്പോൾ ആ അക്കയുടെ കട എനിക്കറിയാം, ആ അക്കേനെ കണ്ടാലും എനിക്കറിയാം. ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ ഉണ്ടായിരുന്ന വിനോദ് എവിടെ, എനിക്കൊന്ന് കാണണം. വിനോദോ? ഏത് വിനോദ്? എവിടുത്തെ വിനോദ്? ഇവിടെ വിനോദൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ പോയേ എന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു അവിടെ നിന്ന്. ഞാൻ പിന്നെയും ചെന്നു, ചേച്ചി പ്ലീസ് എനിക്കൊന്ന് വിനോദിനെ കാണണം, അവനിപ്പോൾ എവിടെയാണ്, ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളത്, ഞാൻ അവിടെ പോയി കണ്ടോളാം. അവർ അങ്ങനെ ഒരാളവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ അവർ സമ്മതിച്ചു തരുന്നില്ല. പിന്നെ ഞാൻ എവിടെ പോയി അന്വേഷിക്കും അവനെ? ഈ ഒരു 3 കൊല്ലം മുമ്പ് വരെ ഞാൻ വേളാങ്കണ്ണി പോയപ്പോൾ, ഞാൻ ലാസ്റ്റ് ടൈം 4 കൊല്ലം മുമ്പാണ് ഞാൻ അവസാനമായിട്ട് വേളാങ്കണ്ണി പോകുന്നത്. അന്ന് ഞാൻ അവനെ അന്വേഷിച്ചു, വിനോദ് എവിടെ? ആർക്കും അറിയില്ല ഇപ്പോൾ അവൻ എവിടെയാണെന്ന്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ അവൻ്റെ കയ്യിലെത്തുമെന്ന് എനിക്കറിയില്ല, എത്താൻ ചാൻസ് കുറവാണ്. എത്തിയാൽ തന്നെ ഇത് ഞാനാണെന്നും അവന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെങ്കിലും വിനോദിനെ ഞാൻ കണ്ടുമുട്ടും, അല്ലെങ്കിൽ കോൾ വരാൻ ചാൻസ് ഇല്ല, കാരണം അന്ന് യൂസ് ചെയ്ത നമ്പറല്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്നെങ്കിലും ഈ വീഡിയോ വിനോദ് കണ്ടാൽ, അല്ലെങ്കിൽ വിനോദ് എവിടെയെങ്കിലും വെച്ചിട്ട് അവനൊന്ന് ലാസ്റ്റ് ടൈം എങ്കിലും കാണണമെന്നുണ്ട്. അവനുണ്ടോ, ഇനി അവനെന്തെങ്കിലും സംഭവിച്ചോ ഒന്നും അറിയില്ല. എനിക്ക് അവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് ശരിക്കും പേടിയായി. ബിക്കോസ് അവനെന്തോ സംഭവിച്ചിട്ട് ഇവർ അത് നമ്മളോട് പറയാത്ത പോലെ. ഇനി അവനെന്തെങ്കിലും അവർ ചെയ്തു കാണുമോ ഒന്നും അറിയില്ല. ഇനി ഞാൻ ഈ സ്റ്റോറി ഇതിലേക്ക് പറയണം എന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യമല്ല. പെട്ടെന്നെന്തോ ഈ ഒരു സ്റ്റോറി ഇടാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ സ്റ്റോറി ഇങ്ങനെ പറയണം, അപ്പോൾ ഞാനിങ്ങനെ ഇൻസിഡൻസ് ഇങ്ങനെ ആലോചിച്ചെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ആ സംഭവങ്ങൾ, ആ ഒരു പാരനോർമൽ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇനി ഇതും അവനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമോ? എന്തെങ്കിലും ഈ വീഡിയോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ വഴി എന്നെ മനസ്സിലായ വിനോദ് എന്നെ കോണ്ടാക്ട് ചെയ്യണം. എനിക്കറിയില്ല ഒരു മലയാളിയുടെ വീഡിയോ അങ്ങനെ കാണുമോ, ആളുണ്ടോ അറിയില്ല. ആൻഡ് ഐ സ്റ്റിൽ മിസ് ഹിം.